ആരുടെ നെഞ്ചത്താവണ ഫുട്ബോൾ കളി? പോയി വല്ല പണിയെടുക്കാൻ നോക്ക്. You gotta make a name. Think you get it before, don't ever stop. ഷൗക്കത്തെ അടിയടാ. അങ്ങോട്ട് പാസ് ചെയ്യ. Hey! Sharat ball! Suraj kick! Sham! Cross pass! That's the game, you gotta make a name. Think you get up when you fall, don't ever stop. Sham! Pass! കളിക്കാരുടെ ശ്രദ്ധയ്ക്ക് കാലിക്കറ്റ് സിറ്റി സൈക്കേഴ്സിന്റെ ഈ വർഷത്തെ സെലക്ഷൻ ക്യാമ്പ് അവസാന റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് സെലക്ഷൻ കമ്മിറ്റി മുമ്പാകെ ഹാജരാകാൻ അഭ്യർത്ഥിക്കുന്നു. കോയക്ക സെലക്ട് ചെയ്തൊരു പേര് ഈ ലിസ്റ്റിലുണ്ട്. വേൾഡ് കപ്പിന്റെ ടീമിനെ സെലക്ട് ചെയ്യാന്ന ഭാവം. കളിക്കുമ്പോ കിട്ടുന്നത് ചെറുനാരങ്ങയും സോഡയും ഗ്ലൂക്കോസിന്റെ പൊടിയും, കളി കഴിഞ്ഞാൽ ബീച്ച് ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ചാപ്സും. സെലക്ഷൻ കഴിഞ്ഞാലും കിട്ടാൻ പോണത് ഇതൊക്കെ തന്നെയാ. പക്ഷെ ജാട കണ്ടാല് ഡോളറിലാണ് പ്രതിഫലം തരുന്നത് തോന്നുന്നു. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഒരു സെലക്ഷൻ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുക. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരെണ്ണത്തിന് ടീമിൽ എടുക്കില്ല കേട്ടോ. ഞാൻ പേര് വിളിക്കുന്ന ആളുകൾ ഒന്ന് മുന്നോട്ട് വരണം. ആഷിഖ് റഹ്മാൻ, ഉദയ് ബാലകൃഷ്ണൻ, വിമൽ ഗോപി, റനീഷ് അഷറഫ്, സൂരജ്, ശ്യാം, ഷൗക്കത്ത്. ഇത്രയും പേര് എ ടീമിലാ. ബി ടീമിന്റെ ലിസ്റ്റ് നാളെ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ ഇടും. എന്താ കച്ചറ കളിക്കാ? അത് ഉസ്മാൻ ഖാനോട് വേണ്ട. ഞങ്ങൾ 3 പേരെ എടുത്തിട്ടുള്ളൂ, ബാക്കി 4 പേരെ കൂടി എടുക്കണം. സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിട്ട് അതിന് അപ്പീലില്ല. അതിന് സെലക്ഷൻ മാച്ചിൽ ഞങ്ങളുടെ ടീമല്ലേ ജയിച്ചത്. മുഴുവൻ ഫൗളായിരുന്നല്ലോ. ഞങ്ങൾ 3 പേരെ എടുത്തിട്ടുണ്ട്. സൗകര്യം കളിച്ചാൽ മതി. എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ 7 ആളെ എടുക്കണം. ഇല്ല ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ കോപ്പിലെ സെലക്ഷൻ. സന്തോഷ് ട്രോഫിക്ക് കേരളത്തിന് വേണ്ടി പലതവണ കുപ്പായിട്ട് യൂസ് ബാങ്കോയ് ഈ കണാരം നടത്തി പോകുന്ന ടീം കയറി പറ്റാനേ കുറച്ച് യോഗ്യത വേണം മക്കളെ. വേൾഡ് കപ്പ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മഹാന്മാരാ. ഒന്ന് നമസ്കരിക്കടാ. നമസ്കാരം. That's the game, you gotta make a name. Think you get up when you fall, don't ever stop. Passion to mission, you crush competition. Win or lose, it's what you choose. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെ എത്തിയല്ല? അതെ. അല്ല നിങ്ങൾ ഇതുവരെ പർച്ചേസ് ആക്കിയില്ലേ? ഈ ആഴ്ച പുതിയ സ്റ്റോക്ക് എത്തുമെന്നോ സെയിൽസിൽ ഒരു പെൺകുട്ടി പറഞ്ഞിരുന്നു. അത് ശരി, ഗൗരി അല്ലേ പറഞ്ഞത്? നിങ്ങളോളെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഞാൻ നോട്ട് ചെയ്തിരുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. സൂക്ഷിക്കണം. അതെന്താ? ഓളാള് പാവാ, പക്ഷെ ഓളുടെ അങ്ങനെയാ കുഴപ്പം. എന്തു കുഴപ്പം? അതൊക്കെ വൈത്താലേ മനസ്സിലായിക്കോളും. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും ഓളെ ഞാൻ നോക്കാറില്ല. അതേതായാലും നന്നായി. സാറ് ഗൾഫിലായിരുന്നു അല്ലേ? പെർഫ്യൂമിന്റെ മണം പിടിച്ചില്ലേ? ഹേയ് മുടി കണ്ടപ്പോ തോന്നി. അത് പിന്നെ മറ്റേതാ, നിങ്ങളുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കണ്ടോ? സാറേ ബില്ല് എഴുതുമ്പോ മാക്സിമം ഡിസ്കൗണ്ട് ആക്കണം കേട്ടോ. അത് ഞാൻ ഏറ്റ്. നിങ്ങൾ പോയി സെലക്ട് ആക്കി. ഓക്കെ. May I help you, sir? വേണ്ട, ഞാൻ നോക്കിക്കോളാം.
ഈ ആഴ്ച പുതിയ സ്റ്റോക്ക് എത്തുമെന്ന് കഴിഞ്ഞ ആഴ്ച ആരോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പുതിയതൊന്നും കാണുന്നില്ലല്ലോ. ഇതൊക്കെ പുതിയ സ്റ്റോക്കാ. 42 അല്ലേ സാറിന്റെ സൈസ്? അതെ, എങ്ങനെ അറിയാം? കൊറേ കാലമായാലും സാർ സെലക്ഷൻ തുടങ്ങിയിട്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സാർ. പിന്നെ എന്നെ സാറൊന്നൊന്നും വിളിക്കണ്ട, ഗൗരി. സാറെന്ന് വിളിക്കണമെന്ന് എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ നിയമാ സാർ. കസ്റ്റമർ ഈസ് അവർ ലോഡ്. നോ ഐ വിൽ മാനേജ്. കുട്ടി വെറുതെ. ഇറ്റ്സ് ഓക്കെ സാർ. ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ ഇതൊക്കെ. ഷൂസ് ഇടാൻ സഹായിച്ചു എന്ന് വെച്ച് നിങ്ങളുടെ കാല് പിടിക്കുന്നു അർത്ഥമൊന്നുമില്ല. ഇതൊക്കെ വേണ്ടിവരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ ജോലി സ്വീകരിച്ചത്. ഒരു പെൺകുട്ടിയെ കൊണ്ട് ഷൂസ് ഇടിപ്പിക്കാനും മാത്രം ഭൂർശ്വാസി അല്ല ഞാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇട്ടിരിക്കുന്ന ഷൂസ് നോക്കിയിട്ട് ആളെ അളക്കാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയാണോ? ശരിയായിരിക്കാം. ഒരാളുടെ ഷൂസ് നോക്കിയാൽ അയാളുടെ പേഴ്സണാലിറ്റി, സ്വഭാവം, കപ്പാസിറ്റി ഒക്കെ മനസ്സിലാക്കാം. അത് ശരി. അതാണ് അത്രയ്ക്ക് ഷൈ അല്ലാത്ത പല പെൺകുട്ടികളും പുറത്തിറങ്ങി കഴിഞ്ഞാൽ തലയും താഴ്ത്തി നടക്കുന്നത്. ഗൗരിക്കറിയാവോ ഈ ചപ്പലോളജി? കുറച്ചൊക്കെ അറിയാം. എങ്കിൽ എന്നെ പറ്റി ഒന്ന് പറയാമോ? അതിപ്പോ ഈ ഷൂ നോക്കി പറയണോ അതോ ആ ഷൂ നോക്കി പറയണോ? വേണ്ട, അത് നോക്കി പറഞ്ഞാൽ ചിലപ്പോ കുട്ടി തെറ്റിദ്ധരിക്കും. അല്ലെങ്കിൽ ഈ ഷൂസ് നോക്കി ആളുടെ ജാതകം പറയാന്നൊക്കെ പറഞ്ഞ അന്ധവിശ്വാസം, അല്ലാതെന്ത്. ഏതായാലും ഇത് കുട്ടി ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തതല്ലേ. പാക്കറ്റ്. എന്റെ പേര് ശ്യാം. എനിക്ക് വേറെ ആരെയും ഇംപ്രസ് ചെയ്യാനില്ല. ഇനിയും ഫ്രണ്ട്സിനെ കൂട്ടി വരണം, നല്ല ഡിസ്കൗണ്ട് ആക്കാം. അത് പിന്നെ പ്രത്യേകം പറയണോ? നാളെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവരാം, മറ്റന്നാള് വേറെ ഫ്രണ്ട്, 4-ാം നാള് വേറൊരു ഫ്രണ്ട്. ഞാൻ അങ്ങനെ എന്നും വന്നോണ്ടേ ഇരിക്കും. താങ്ക് യു. കൊള്ളാലോടാ ഷൂസ്. എവിടെ സ്കോർ ചെയ്ത്? ഏതെങ്കിലും ആമ്പിള്ളാര് വല്ല പള്ളിയുടെ അമ്പലത്തിന്റെ മുന്നിൽ അഴിച്ചു വെച്ചത് ചൂണ്ടിയതായിരിക്കും. ഷൂസ് കൊള്ളാം, പക്ഷേ നിനക്കെന്തോ ഒരു ചേരായിക. ഓടാവിടുന്നു. എവിടെ ഒപ്പിച്ചത്? സിറ്റിയിലെ ഷോപ്പിംഗ് മോളില് ഒരു പൊളിപ്പൻ ഷൂ കട തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മുതലാളി എന്റെ ഫ്രണ്ടാ. അതേതാ? ഞങ്ങൾ അറിയാണ്ട് ഒരു ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു ഗൾഫുകാരൻ. അയാളെ ഞാൻ സോപ്പിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണ്ടാരോടെങ്കിലും ഡിസ്കൗണ്ട് ആടാ. സംഗതി ആവുന്നല്ല. ആ കടയിൽ ഒരു സെയിൽസ് ഗേൾ ഉണ്ട്, ഗൗരി. ഇവ കുറച്ച് ദിവസമായിട്ട് അവളുടെ പിന്നാലെയാ. ഇതിന്റെ പേരില ഇല്ലാത്ത കാശുണ്ടാക്കിയിട്ടുള്ള ഷൂ കച്ചവടം. പോടാ കുശുമ്പ. അവളുടെ ആങ്ങളൊരു കുപ്പിച്ചില്ല, കാശിന് തല്ലാൻ നടക്കണ ഒരുത്തൻ. ആ ബേപ്പൂർ ശ്രീധരന്റെ ഗാങ്ങാ. അവനെങ്ങാനും അറിഞ്ഞ അന്ന് തീരും ഇവന്റെ ഷൂ പ്രേമം. ആണോടാ? നീ പേടിക്കണ്ട, നാളെ എന്റെ 3ാമത്തെ സാലറി ഡേറ്റാ. ഇക്കുറി കാശൊന്നും വീട്ടിൽ തരില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ഷൂസ് അത് ഈ മാസത്തെ ബജറ്റിലുള്ളതാ. നിനക്ക് വേണ്ടി നമ്മൾ അത് അവളുടെ കടയിൽ തന്നെ വാങ്ങും. ഓരോരുത്തരും 3ാമത്തെ സാലറി എണ്ണി തുടങ്ങി. കാണിച്ചു തരാടാ. എന്റെ ഈ സെമിസ്റ്റർ കൂടി കഴിഞ്ഞ മൈക്രോസോഫ്റ്റിലെ സായിപ്പേ ക്യാമ്പസിൽ നേരിട്ട് വന്ന് എന്നെ കൊത്തിക്കൊണ്ട് പോടാ. മനുഷ്യനോട് തരക്കേടില്ലാത്തൊരു ഡിഗ്രി കഴിഞ്ഞ് 18ാമത്തെ ഇന്റർവ്യൂ കൊടുത്തിട്ട് പച്ച എത്തിയില്ല. അപ്പോഴാ പരീക്ഷ പോലും പാസ്സായിട്ടുള്ള മൈക്രോസോഫ്റ്റ്. നീയൊക്കെ പരീക്ഷ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു നടന്നടാ. കാശ് ഉണ്ടാക്കണമെങ്കിൽ മേലാണെങ്കിൽ പണിയെടുക്കണം. അതിന് നേരാണെങ്കിൽ എന്റെ ഒപ്പം കുടിക്കും. പിന്നെ നിന്റെ അച്ഛന്റെ വർഷം കരിയോലി മുങ്ങിട്ടുള്ള പണിയല്ലേ? എന്താണ്ടാ ഒരു പുച്ഛം? വൈകിട്ട് പണി മാറ്റി കയ്യിൽ കാശ് കിട്ടുമ്പോഴേ അതിന് ഡീസലിന്റെയോ ഓയിലിന്റെയോ മണ്ണുണ്ടെന്ന് ആരും നോക്കാറില്ല. അതിന് നിന്റെ അച്ഛൻ നിന്നെ കൊണ്ട് കാശ് കൂട്ടി തൊടിക്കാറില്ലല്ലോ. കാശ് അച്ഛൻ തന്നെ കൈകാര്യം ചെയ്തോട്ടെ. പക്ഷെ വീട്ടിലത്തെ കാര്യം അത് നമ്മൾ നോക്കണ്ടല്ലോ. എനിക്ക് വട്ടച്ചലനങ്ങളൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്. അയ്യോ, 6:30 ചാമ്പ്യൻസ് ലീഗിന്റെ ലൈവ് ഉള്ളതാ ESPN. സമയം എത്രയാ ശ്യാമേ? നിന്റെ വാച്ച് എന്തിടാ? അത് ഷൂസ് വാങ്ങാൻ വേണ്ടി വാച്ച് പറ്റൂലേ? അവള് വല്ല ജ്വല്ലറി ഷോപ്പിലാവാത്ത നന്നായി. ഇല്ലെങ്കിൽ കിഡ്നി ഒരു വിൽക്കുമായിരുന്നു. അവളെ കിട്ടാൻ വേണ്ടി വന്ന ഞാൻ എന്നെ തന്നെ വിൽക്കുവടാ.